പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂൺ മാസം 17 ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തി. പ്രത്യേകിച്ച് 10 മണിക്കൂർ നമ്മുടെ ആരാധനയെ ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തു. ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മളെ നിറച്ചു. കർത്താവിൻ്റെ ആ വലിയ മഹിമ വെളിപ്പെടുത്തി. എല്ലാത്തിനും കർത്താവിന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പാ ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചു. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന, അത്ഭുതമായി നടത്തുന്ന, ആരോഗ്യത്തോടെ നടത്തുന്ന, ആ ഗ്ലോറിക്കകത്ത് നമ്മളെ നടത്തുന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം, കർത്താവിന് നന്ദിയോടെ സ്തോത്രം, കർത്താവിന് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ആ വൻ കൃപയ്ക്കായിട്ട് നന്ദി. കർത്താവെ, ആ വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഇന്ന് പകൽക്കാലം അങ്ങയുടെ സൗരഭ്യവാസന ഞങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാകിയാൽ സ്തോത്രം. അതിശയമായി നടത്തുന്ന കർത്താവാകിയാൽ സ്തോത്രം. അങ്ങയുടെ മഹിമയ്ക്കകത്ത് ഞങ്ങളെ പൊതിഞ്ഞിന്ന് പകൽക്കാലം സൂക്ഷിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവാകിയാൽ സ്തോത്രം. അങ്ങ് എത്ര നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ 42-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, മാൻനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളത്തിൽ ആ വലിയൊരു ദാഹം ഉണ്ടാകട്ടെ. കർത്താവിനോട് അടുത്തിരിക്കുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവിക നന്മകളെ അനുഭവിപ്പാൻ, ദൈവിക വെളിപ്പാടുകളെ പ്രാപിപ്പാൻ, കർത്താവിൻ്റെ ആ വചനത്തിൻ്റെയൊക്കെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ, ആ ദൈവശക്തിയുടെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ, അനുഭവിക്കുവാനൊക്കെ നമുക്ക് വലിയൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആമേൻ, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് ഒരിക്കലൂടെ സ്തോത്രം ചെയ്യുന്നപ്പാ. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായിട്ട് വീണ്ടും സ്തോത്രം. മീറ്റിംഗ് അനുഗ്രഹിച്ചതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ഈ പകൽക്കാലം ജയോത്സവമായി അങ്ങിൽ ആനന്ദിപ്പാൻ, അങ്ങിൽ ആരാധിപ്പാൻ, അങ്ങിൽ സന്തോഷിപ്പാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ. രോഗികളായിട്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ആരോഗ്യം പ്രാപിക്കട്ടെ. എല്ലാ രോഗത്തിൻ്റെ ശക്തികളും നസറേനായ യേശുവിൻ്റെ നാമത്തിൽ മാറി സ്വർഗീയ ആരോഗ്യത്തിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ കയറുന്നതിനായിട്ട് സ്തോത്രം. എല്ലാവരും തന്നെ ആരോഗ്യമുള്ളവരായി മാറട്ടെ. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ, ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ, സ്വർഗീയ ആരോഗ്യം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഓരോരുത്തരും വ്യക്തിപരമായി അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഭവനത്തെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ വാഹനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജോലിയെ, ഇവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇവരായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലായിടത്തും ഇവരിലൂടെ ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെടട്ടെ. ഇവരിലൂടെ കർത്താവിൻ്റെ ഗ്രേസ് ആമേൻ ജനം കാണട്ടെ. ഇവരിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളിലൂടെ നടക്കട്ടെ. ഇവർക്ക് വേണ്ടി വഴികൾ തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ആ മഹത്വം ഇവരിലൂടെ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ് എല്ലാ രോഗത്തിൻ്റെ അനുഭവങ്ങളും മാറട്ടെ. നട്ടലിൻ്റെ അടിഭാഗത്ത് വേദനയാൽ ബുദ്ധിമുട്ടിയിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ സ്വസ്ഥത പ്രാപിക്കട്ടെ. ഇരിക്കുന്നതിന് പ്രയാസം, ആമേൻ ആമേൻ, നടക്കുന്നതിനൊക്കെ പ്രയാസം അനുഭവപ്പെടുക, ബാക്ക് പെയിൻ മുഖാന്തരം കർത്താവ് ഇന്ന് യേശുവിൻ നാമത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. അതുപോലെ ശരീരത്തിലുള്ള ഹോർമോണിൻ്റെ പ്രശ്നങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെടട്ടെ. അവർ സൗഖ്യമാകട്ടെ. എല്ലാ ഹോർമോണൽ ഇൻബാലൻസുകളും മാറട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വം അനുഭവിക്കുന്ന ഒരു ജനമായി ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ മാറ്റണം. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം. ദൈവകൃപയിൽ പൊതിയണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
പ്രത്യേകിച്ച് ഒരു പ്രധാന അറിയിപ്പ്, ഇന്ന് രാത്രി നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കത്തില്ല. ഇന്നലെ രാത്രി നമുക്ക് 10 മണിക്കൂർ മീറ്റിംഗ് ആയിരുന്നല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് മീറ്റിംഗ് ഉണ്ടാകത്തില്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പകരം ബുധനാഴ്ച രാത്രി നമ്മുടെ പതിവ് പോലുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാകും. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വസ്ഥമായി തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. മീറ്റിങ്ങിന് വേണ്ടിയും വരുന്ന ദിവസങ്ങളിലെ മീറ്റിങ്ങുകൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2 ദിനവൃത്താന്ത പുസ്തകം 32-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 Chronicles ചാപ്റ്റർ നമ്പർ 32, 7 and 8. അവിടെ പറയുന്നത്, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമുക്കും തരുവാനുള്ള ആലോചന ഇതാണ്. ഏത് സാഹചര്യത്തിലും സഹോദര, മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെ, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അശൂർ രാജാവിനെയും അവനോടുകൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. അർത്ഥം, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ കണ്ട് നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ തളർന്നു പോകരുത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേട്ടോ, ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടോ, ഒന്നും തളർന്നു പോകേണ്ട ആവശ്യമില്ല. അല്ല, കുറേ എതിരാളികൾ നിങ്ങൾക്ക് ആയി എഴുന്നേൽക്കുന്നു എന്ന് പറയുന്നത് കേട്ട് നിങ്ങൾ തളരണ്ട. അല്ലെങ്കിൽ ഓഫീസിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രതിയോഗികളുണ്ട് എന്ന് പറഞ്ഞു കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. അല്ലെങ്കിൽ അതുണ്ട്, ഇതുണ്ട്, ശത്രു നിങ്ങൾക്കെതിരെ, ഇതൊന്നും ഓർത്ത് നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കരുത്, ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. അത് പറഞ്ഞു, ഉറപ്പുള്ളവരായിരിക്കുവിൻ, ധൈര്യമുള്ളവരായിരിക്കും. ഭയപ്പെടരുത്, ഭ്രമിക്കുമരുത്. അവനോടുകൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. അമേൻ, 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 അമേൻ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്. യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്. അത് എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തെക്കാളും, നിങ്ങൾക്കുള്ള എതിരുകളെക്കാളും, നിങ്ങൾക്ക് നേരെ വരുന്ന സകല പ്രവൃത്തികളെക്കാളും, അല്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയത്തെക്കാളും അതിനൊക്കെ പരിഹാരം തരുവാൻ കഴിയുന്നവൻ നമ്മുടെ പക്ഷത്തുണ്ട്. വിശ്വസിക്കുക. അവൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട്, അവൻ നമ്മുടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ നിരാശപ്പെടുകയില്ല, ഞാൻ അതിനെക്കുറിച്ച് വിചാരപ്പെട്ട് ഭാരപ്പെടത്തില്ല. അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ. ആരോടുകൂടെ? ശത്രുവിനോടുകൂടെ. അല്ലെങ്കിൽ അവൻ നമുക്കെതിരെ നിൽക്കുന്ന എല്ലാം മാംസഭുജമാണ്, മാനുഷികമായ കരങ്ങളാണ്. പക്ഷേ നമ്മോടുകൂടെയോ നമ്മെ സഹായിക്കുകയും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവയുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനത്തിൽ പറഞ്ഞ്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. അതുകൊണ്ട് പ്രിയ മക്കളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ധൈര്യമായിട്ട് പറഞ്ഞു, എൻ്റെ കൂടെയുള്ളവൻ സകലത്തെക്കാളും വലിയവനാണ്. എൻ്റെ ഉള്ളിലുള്ളവൻ ആരിലും മതിയായവനാണ്. എൻ്റെ പക്ഷത്തുള്ളവൻ എല്ലാവരേക്കാളും വലിയവൻ. അതുകൊണ്ട് എന്നെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, എന്നെ നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളായിരിക്കണം. അവൻ പ്രയാസങ്ങൾ വരുമ്പോൾ തളർന്നു പോകരുത്. പറയണം, നിങ്ങളോട് തന്നെ പറഞ്ഞു, ഹേയ്, ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കെ. ഉറപ്പും ധൈര്യവുമുള്ളവളായിരിക്കെ, ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കെ. അമേൻ. ഇതൊന്നും കണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നീ ഭ്രമിക്കപ്പെടേണ്ട ആവശ്യമില്ല. അമേൻ. ആ പ്രശ്നത്തെക്കാളും വലിയവൻ, ആ പ്രതിസന്ധിയേക്കാൾ വലിയവൻ, ആ എതിരുകളെക്കാൾ വലിയവൻ എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അത് മാംസഭുജമാണ്. എന്നാൽ എൻ്റെ കൂടെ ഉള്ളത് ഒരിക്കലും ക്ഷീണിക്കാത്ത, ഒരിക്കലും തളർന്നു പോകാത്ത, ഒരിക്കലും പിന്മാറാത്ത, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവമായ എൻ്റെ കൂടെയുള്ളത്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവായ എൻ്റെ ഉള്ളിലുള്ളത്. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവനായ എൻ്റെ കൂടെയുള്ളത്. ആ ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ധൈര്യസമേതം വിശ്വാസത്തോടെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയുക, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. താങ്ക് യു ലോർഡ്. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഈ വചനങ്ങൾ കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. ധൈര്യത്തോടെ, ഭ്രമിക്കാതെ, ധൈര്യത്തോടെ മുന്നേറുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.